ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 10-ാമത്തെ അധ്യായമാണ് നാം ഈ ദിവസങ്ങളിൽ പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെറിയ ചുരുളിനെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ചെറിയ ചുരുൾ അർത്ഥമാക്കുന്നത് എന്ന് നാം അവിടെ വിശദീകരിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രവാചകൻ ആ ചെറിയ ചുരുൾ ഭക്ഷിക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ ചെറിയ ചുരുളിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ചെറിയ ചുരുൾ എന്ന് പറയുന്നത് വലിയ ചുരുളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ ചുരുളുമായിട്ട്, ആ ചുരുളാകട്ടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ലോകചരിത്രത്തെക്കുറിച്ചുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഈ വലിയ ചുരുളിലുള്ളത്. അപ്പോൾ അത് മുദ്രകൾ തുറക്കുന്നതും പിന്നെ അതിൻ്റെ അതെന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ അതിലൂടെ കടന്നുപോയി, 7 മുദ്രകളിലൂടെ 7 കാഹളങ്ങളിലൂടെ. അപ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്, ചരിത്രത്തെക്കുറിച്ച് മനുഷ്യചരിത്രത്തെക്കുറിച്ച് എന്താണത് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നു, ഈ കാഹളങ്ങളുടെ അവസാനം ഭൂവാസികൾ അനുദപിക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല, വീണ്ടും അവരുടെ ഹൃദയം കഠിനമാക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ കഠിനമാക്കുന്ന ആ ഭൂവാസികളുടെ അവസ്ഥ എന്തായിരിക്കും, ദൈവപദ്ധതിയിൽ എന്തായിരിക്കും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു. അപ്പോൾ അതിനുള്ള ആ ഉത്തരമാണ് 10-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നോണമാണ് ഈ ഒരു ചെറിയ ചുരുൾ ഇവിടെ നൽകപ്പെടുക. ഇനി ആ ചെറിയ ചുരുളിനെക്കുറിച്ച് അതിൻ്റെ നമ്മൾ കണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ ആ വാക്യത്തിലാണ് നമ്മൾ വന്ന് നിന്നത്. അപ്പോൾ അവിടെ പറയുന്നു, 7-ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം പൂർത്തിയാക്കപ്പെടും എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രവാചകന്മാരെ അറിയിച്ച രഹസ്യം, പ്രവാചകന്മാരെ എന്ന് പറയുമ്പോൾ അതർത്ഥമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രവാചകരെയുമാണ്. പഴയ നിയമപ്രവാചകർ, പുതിയ നിയമപ്രവാചകർ. അപ്പോൾ അവരിലൂടെയൊക്കെ ദൈവം നമ്മോട് വെളിപ്പെടുത്തിയ ആ കാര്യങ്ങൾ, നമുക്ക് നൽകിയ സന്ദേശങ്ങൾ, അപ്പോൾ അതെല്ലാം ഇതാ പൂർത്തിയാകുവാനായിട്ട് പോകുന്നു. അപ്പോൾ ആ കാര്യങ്ങളുടെ ഉള്ളടക്കം എന്താണ്? അത് മനുഷ്യരക്ഷ തന്നെയാണ്. അപ്പോൾ മനുഷ്യരക്ഷയെ സംബന്ധിക്കുന്ന ആ രഹസ്യം ഇതാ പൂർത്തിയാകുവാനായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ആ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി എന്നല്ല, അറിയിച്ച രഹസ്യം എന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അറിയിച്ച എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇവങ്കെലിറ്റ്സോ എന്നാണ്. ഇവങ്കെലിറ്റ്സോ എന്നുള്ള ആ പദം അത് സദ്വാർത്ത അറിയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പഴയ നിയമത്തിൽ യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിജയത്തിൻ്റെ സന്ദേശവുമായിട്ട് വരുന്ന ആ ഒരു അവസരത്തിലാണ് ഈ ഇവങ്കെലിറ്റ്സോ എന്നുള്ള പദം ഉപയോഗിക്കുക. അപ്പോൾ രക്ഷയുടെ ആ സന്ദേശം, അപ്പോൾ രക്ഷയുടെ സന്ദേശവുമായിട്ട് വരുന്നു. ഇനി അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആ രഹസ്യം, അപ്പോൾ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ആ രഹസ്യം അത് മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അപ്പോൾ സദ്വാർത്തയായിട്ട് അറിയിക്കപ്പെടുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത് ഇതാ പൂർത്തിയാകുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. ഇനി എപ്രകാരമാണ് ഇത് പൂർത്തിയാകുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യം, ആ സദ്വാർത്ത അത് പൂർത്തിയാകുമോ? എന്താണ് സദ്വാർത്ത? തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും സർവ്വജനതയുടെയും രക്ഷ തന്നെയാണ്. അപ്പോൾ ആ രക്ഷ പൂർത്തിയാകുന്നത് എപ്രകാരമാണ് എന്നതാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുക. ഇനി 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം.
8-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് നിവർത്തിയ ആ ചുരുൾ വാങ്ങുക. അപ്പോൾ ആ ചുരുൾ വാങ്ങുക, നിവർത്തിയ ആ ചുരുൾ വാങ്ങുക. അപ്പോൾ ഈ ചുരുൾ അത് പഴയ നിയമത്തിലുള്ള ഒരു ചിത്രം എടുത്തുകൊണ്ട് തന്നെയാണ് ഇതിവിടെ വിവരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലുള്ള എസെക്കിയേലിൻ്റെ ഗ്രന്ഥത്തിലുള്ള ആ വിവരണം, ആ വിവരണത്തിലേക്ക് ഒന്ന് കിടക്കാം. 2-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ചുരുളിനെക്കുറിച്ച് പറയുക. ഞാനതൊന്ന് വായിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 8 മുതൽ. മനുഷ്യപുത്രൻ, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെപ്പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയൊരു കരവും അതിൽ ഒരു ലേഖന ചുരുളും. അവൻ അത് എൻ്റെ മുന്നിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവങ്ങളും ദുരിതങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ തുടർന്ന് പറയുന്നു 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാനായിട്ട് തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ഇപ്പോൾ പഴയ നിയമത്തിലുള്ള ഈ വിവരണത്തിൻ്റെ പശ്ചാത്തലം ഈ വെളിപാടിലെ വിവരണത്തിൽ നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതിലെ പറയുന്ന രഹസ്യം അത് എന്താണ്? അത് നമുക്കറിയാം. പിന്നീടുള്ള അധ്യായങ്ങളിൽ 11 മുതലുള്ള അധ്യായങ്ങളിൽ അത് പറയുന്നുണ്ട്. 11, 12 അധ്യായങ്ങളിൽ അത് പറയുന്നുണ്ട്. അത് നമുക്കതിൻ്റെ അർത്ഥം എന്തെന്ന് ആ അധ്യായങ്ങളിൽ വരുന്നത് കൂടുതൽ വിശദമായിട്ട് കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ചുരുൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം തരുന്ന ആ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ്. അപ്പോൾ ഈ പ്രവാചകന് തരുന്ന ദൗത്യം, ഈ പ്രവാചകന് തരുന്ന ദൗത്യം അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അത് പ്രവാചകൻ മാത്രം ഏറ്റെടുക്കുന്ന ദൗത്യമല്ല, അത് എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദൗത്യം ഇത് പഴയ നിയമത്തിൽ ജെറമ്യ പ്രവാചകൻ്റെയും എസെക്കിയേൽ പ്രവാചകൻ്റെയും ഒക്കെ ദൈവവിളിക്ക് സമാനമാണ്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും, ഇവിടെ വായിൽ വചനം വയ്ക്കുന്നത് ആണ് അവിടെ വിവരിക്കുക. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും അവിടെയും ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ചുരുൾ ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കുന്നത് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ലഭിക്കുന്ന ദൈവവിളിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ പ്രവാചകർക്ക് ലഭിക്കുന്ന ആ ദൈവവിളി, അതിന് സമാനമായിട്ടുള്ള ഒരു വിളി തന്നെയാണ് യോഹന്നാനും ഇവിടെ ലഭിക്കുക. ഇനി അത് യോഹന്നാനും ലഭിക്കുന്ന വിളി മാത്രമല്ല, നമ്മൾ പിന്നീട് നമ്മൾ അറിയും, അത് ആരാധന സമൂഹത്തിന് മുഴുവൻ തന്നെയുള്ള ഒരു വിളി തന്നെയാണ്. ഇനി ഈ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 9-ാമത്തെ വാക്യം, ഞാൻ ദൂതൻ്റെ അടുത്ത് നിന്ന് ആ ചെറിയ ചുരുൾ എനിക്ക് തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിൻ്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ നിൻ്റെ വായിൽ തേൻ പോലെ മധുരിക്കും. അപ്പോൾ ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ ചുരുൾ വാങ്ങുന്നത്, അത് സസന്തോഷം വെളിപാട് ഗ്രന്ഥകാരൻ ദൈവത്തിൽ നിന്നുള്ള ആ ദൗത്യം സ്വീകരിക്കുന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ സസന്തോഷം സ്വീകരിക്കുന്ന ആ ഒരു ദൗത്യം. ഇനി ആ ചുരുൾ ഭക്ഷിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പിന്നീട് തുടർന്ന് പറയുന്നത്. വായിൽ അത് മധുരിക്കും, എന്നാൽ ഉദരത്തിൽ അത് കയ്പായിട്ട് മാറും. എന്തായിരിക്കും അത് അർത്ഥമാക്കുന്നത്? എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ വായിൽ തേൻ പോലെ മധുരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നീതിമാന്മാർക്കുള്ള മാധുര്യമേറിയ രക്ഷയും അനുദപിക്കാത്തവർക്കുള്ള കയ്പേറിയ വിധിയുമായിട്ടാണ്. ഇപ്പോൾ മധുരിക്കുന്നത് നീതിമാന്മാർക്കുള്ള ആ രക്ഷ, കയ്പെന്ന് പറയുന്നത് അനുദപിക്കാത്തവർക്കുള്ള ശിക്ഷ. ഇനി അതുമല്ലെങ്കിൽ വേറെ ചിലർ പറയും പ്രവാചകന് ലഭിക്കുന്ന മാധുര്യമേറിയ ദൈവവിളി. അപ്പോൾ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ആ പ്രത്യേക വിളി, എന്നാൽ മറ്റുള്ളവരുടെ കാര്യമാകട്ടെ
അവർക്കുള്ള കൈപ്പേറിയ തിരസ്കാരം. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരനുഭവം. അപ്പോൾ അതാണ് ഇവിടെ കയ്പായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് ചിലർ പറയും. പക്ഷേ ഇത് രണ്ടുമല്ല ഇത് അർത്ഥമാക്കുന്നത്. കാരണം ഇത് പ്രവാചകൻ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രവാചകൻ തന്നെയാണ് ഇത് മാധുര്യമേറിയതായും കയ്പുള്ളതായിട്ടും ഒക്കെ അനുഭവിച്ചറിയുക. അപ്പോൾ പ്രവാചകൻ്റെ ആ ഒരു ആനന്ദവും പ്രവാചകൻ്റെ സഹനവും. അപ്പോൾ എന്താണത് അർത്ഥമാക്കുന്നത്? മാധുര്യം എന്നത് പ്രവാചകന് ഈ ദൗത്യം സ്വീകരിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആവേശം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം താൻ ദൈവത്തിനായിട്ട് പ്രത്യേകം വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികളുടെ വിവരണത്തിൽ കാണുന്നുണ്ട്. അവർക്ക് വലിയ അധികാരങ്ങൾ, ശക്തിയൊക്കെ ലഭിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ശക്തി ഉപയോഗിച്ച് അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനായിട്ട്, ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതായിട്ടൊക്കെ ആ വിവരണത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന അവരുടെ അപാരമായ ശക്തി. അപ്പോൾ ആ ശക്തിയിൽ അവർ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അത് ആരംഭത്തിൽ മാത്രമാണ്. ഇനി കുറേ കൂടി ആ തങ്ങളുടെ ദൗത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുന്നത് പ്രതിസന്ധികളെയാണ്. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ നേരിടുന്ന ആ സഹനങ്ങൾ, പീഡകൾ, അതൊക്കെയാണ് ഈ കയ്പെന്ന് പറയുന്നത്. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ 2 സാക്ഷികൾ ആ സാക്ഷ്യത്തിൻ്റെ അവസാനം വധിക്കപ്പെടുന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇത് മധുരവും കയ്പും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇവർ ആദ്യം അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും, എന്നാൽ തുടർന്ന് അവർ കടന്നു പോകുന്ന ആ വേദനകളുടെ നാളുകളും സഹനത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന് വേറൊരു അർത്ഥം കൊടുക്കാവുന്നത് ദൈവജനത്തിൻ്റെ ആസന്നമായിരിക്കുന്ന വിജയവും അല്ലെങ്കിൽ ദൈവം നൽകുന്ന സംരക്ഷണം, അതും ഈ ഒരു മാധുര്യം അത് അർത്ഥമാക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ചുരുൾ ഭക്ഷിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? തീർച്ചയായിട്ടും ആ ദൈവം നൽകുന്ന ആ ദൗത്യം അത് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പ്രതീകം തന്നെയാണ്. അതായത് രക്ഷ യാഥാർത്ഥ്യമാകുന്നതാണ് ഇതിവിടെ വിവരിക്കുന്നത്. ഇപ്പോൾ രക്ഷ യാഥാർത്ഥ്യമാകുന്ന എപ്രകാരമാണ്? ഈ ആരാധന സമൂഹം കടന്നു പോകുന്ന സഹനത്തിലൂടെയാണ്. അപ്പോൾ സഹനത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും മാത്രമേ ഇവർ ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഭയെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും സഭ കൂടുതൽ അനുഭവിക്കുക ഈ സഹനങ്ങളുടെ നാളുകൾ തന്നെയായിരിക്കും. ഈ സഹനത്തിലൂടെ യേശുവിന് വേണ്ടി ഏറ്റെടുക്കുന്ന ആ സഹനത്തിലൂടെ മാത്രമേ ഇവർക്ക് രക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. കാരണം അവർ പിൻചെല്ലുന്നത് യേശുവിനെയാണ്, കുഞ്ഞാടിനെയാണ്. 14-ാമത്തെ അധ്യായത്തിൽ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള വിവരണമുണ്ട്. ഈ 144,000 പേരെക്കുറിച്ചുള്ള വിവരണം. ഇവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ്. അത് എവിടം വരെയും പോകും? കുരിശ് വരെ പോകും. ആ സഹനത്തിലൂടെ കുഞ്ഞാട് കടന്നു പോയതുപോലെ ഈ ദൈവജനവും ഈ സഹനത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ ചുരുൾ ഭക്ഷിക്കുക എന്നത് ദൈവം അവർക്ക് കൊടുക്കുന്ന ആ ദൗത്യം അത് സ്വീകരിക്കുന്നതിനെ ആണ് സൂചിപ്പിക്കുക. അപ്പോൾ അത് വായിൽ മധുരിക്കുന്നതും ഉദരത്തിൽ അത് കയ്പായി മാറുന്നതും അത് അവർക്ക് അനുഭവപ്പെടുന്ന ആ സന്തോഷകരമായിട്ടുള്ള അനുഭവവും അതോടൊപ്പം തന്നെ അവർ കടന്നു പോകേണ്ട സഹനത്തിൻ്റെ അനുഭവമാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി തുടർന്ന് പറയുന്നു, അവൻ എന്നോട് പറഞ്ഞു, നീ ഇനിയും അനേകം ജനങ്ങളെയും ജനതകളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. ഇവിടെയുള്ള ആ വാക്യം വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്നു, നീ പ്രവചിക്കുക. അപ്പോൾ പ്രവചിക്കുവാനായിട്ടുള്ള വിളി, ഇനി പ്രവചിക്കാനായിട്ടുള്ള വിളി എന്താണ് എന്നത് നമ്മൾ പിന്നീട് കാണും. കാരണം പ്രവചിക്കുക എന്നത് അത് പഴയ നിയമ പ്രവാചകരുടെ ദൗത്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. നമുക്കറിയാം, പഴയ നിയമ പ്രവാചകർ വന്നത് ഏത് സന്ദേശവുമായിട്ടാണ്? മാനസാന്തരത്തിൻ്റെ
സന്ദേശവുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നുമൊക്കെ അകന്നുപോയ ഇസ്രായേൽ ജനതയെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് പ്രവാചകർ വന്നത്. ഇപ്പോൾ പ്രവാചകർ വന്നത് ലോകാവസാനത്തെക്കുറിച്ച് പ്രവചിക്കാനൊന്നുമല്ല. തീർച്ചയായിട്ടും അവർ അന്ത്യദിനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ദൈവജനത്തെ ഒരുക്കുകയാണ് അവർ ചെയ്യുന്നത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയും പ്രവചിക്കണമെന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകരുടെ ആ ദൗത്യം തന്നെ, ആ ദൗത്യത്തിലേക്ക് വരിക, ആ ദൗത്യം തുടരുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഇനിയും പ്രവചിക്കണം, ഇനിയും പ്രവചിക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലുള്ള ആ ഒരു പദം ദെയി, നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു പദപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ദെയി എന്ന് പറയുന്നത് അത് മസ്റ്റ്, വേണം, ഒരു നിർബന്ധം അവിടെയുണ്ട്. പ്രവചിക്കണം, അത് എവിടെ നിന്ന് വരുന്ന നിർബന്ധമാണ്? ദൈവത്തിൽ നിന്ന് വരുന്ന നിർബന്ധമാണ്. അപ്പോൾ ദൈവം പറയുന്നു നീ ഇത് ചെയ്യണം. അപ്പോൾ പ്രവചിക്കുക എന്നത് ദൈവം നമുക്ക് തരുന്ന ആ ഒരു ദൗത്യമാണ്. നിർബന്ധമായിട്ടും നാം സ്വീകരിക്കേണ്ട ആ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുന്നത് തന്നെയാണ്. അപ്പോൾ പ്രവചിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതി. എന്താണ് ആ പ്രവചിക്കുക എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം? അത് നമ്മൾ അടുത്ത അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമായിട്ട് കാണും. ഈ പ്രവചിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സാക്ഷ്യം നൽകുക എന്നു തന്നെയാണ്. അപ്പോൾ സാക്ഷ്യം നൽകുക എന്നതാണ് നമ്മുടെയൊക്കെ ഒരു ദൗത്യം. അപ്പോൾ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് ആരാധന സമൂഹം ചെയ്യേണ്ടത് അവർക്ക് മുന്നിൽ യേശുവിന് സാക്ഷ്യം നൽകുക, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക. 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്ന പ്രയോഗം തന്നെയാണ്. അവൻ ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകി. അല്ലെങ്കിൽ യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. താൻ നൽകിയ ദൈവവചനത്തെ പ്രതിയും യേശു നൽകിയ സാക്ഷ്യത്തെയും പ്രതി അവൻ പാത്മോസിലായിരുന്നു. അല്ലെങ്കിൽ 5-ാമത്തെ ആ മുദ്ര തുറക്കുമ്പോൾ അവിടെയും ആ ദൈവവചനത്തെയും യേശു നൽകിയ സാക്ഷ്യത്തെയും പ്രതിയാണ് അവർ ആ ബലിപീഠത്തിന് കീഴെ ആയിരിക്കുന്നത്, അതായത് രക്തസാക്ഷിത്വം വരിച്ചത്. അപ്പോൾ ഈ പ്രവാചകൻ യോഹന്നാൻ ഏറ്റെടുത്ത അതേ ദൗത്യത്തിൽ തന്നെയാണ് സഭയും പങ്കുചേരുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ ദൈവം നൽകുന്ന ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ആ ഒരു ദൗത്യം തന്നെയാണത്. അപ്പോൾ ചുരുൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവം തരുന്ന ആ ഒരു ദൗത്യം. ഇനി ഇവിടെ ജനതകളെക്കുറിച്ചും പ്രവചിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇവിടെ ജനതകളെക്കുറിച്ച് പ്രവചിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ജനതകൾക്ക് എതിരായിട്ട് പ്രവചിക്കുക എന്ന് ചിലർ പറയുന്നുണ്ട്. ജനതകൾക്കെതിരായിട്ട് പ്രവചിക്കുക. പക്ഷേ അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ജനതകൾക്കെതിരായിട്ട് പ്രവചിക്കുകയല്ല. ജനതകളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ജനതകൾക്ക് വേണ്ടി പ്രവചിക്കുക എന്നുള്ള അർത്ഥം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ദൈവത്തെ ആരാധിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ ഇവരെല്ലാം, ഈ ജനതകളെല്ലാം വീണ്ടും ദൈവത്തിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 21-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കുഞ്ഞാടിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും, ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ 21-ാമത്തെ അധ്യായത്തിൽ അവസാനം 25-26 വാക്യങ്ങളിൽ പറയുന്നത്: പുതിയ ജെറുസലേമിൻ്റെ വാതിലുകൾ അവർക്കായി തുറന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. അതിനുശേഷം ആ ജനതകൾ അവശേഷിച്ചവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അപ്പം അതായത് ഈ പ്രവചനത്തിൻ്റെ അവസാനം എന്തെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ഏറ്റെടുക്കുന്ന ആ ദൗത്യം അത് ജനതകളുടെ മാനസാന്തരത്തിലേക്ക് നയിക്കും എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനിയും ആ ജനതകളെക്കുറിച്ച് പ്രവചിക്കണം എന്നത് ആരാധന സമൂഹത്തിന് നൽകുന്ന ആ വലിയൊരു ദൗത്യമാണ്. ഇപ്പോൾ 10-ാമത്തെ
അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ആരാധന സമൂഹത്തെ പ്രത്യേകമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഈ അധ്യായം പറയുന്നത് ഈ ഭൂവാസികൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അവരിനി മാനസാന്തരപ്പെടുവാനായിട്ട് ഇനി ഈ ആരാധന സമൂഹം തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. അവർ അതിനായിട്ട് സാക്ഷ്യം നൽകുവാനായിട്ട് തയ്യാറാകുക. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ചുരുൾ, അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് ലഭിക്കുന്ന ചുരുൾ എന്ന് പറയുന്നത് ഈ സാക്ഷ്യം നൽകുവാനായിട്ടുള്ള വിളി തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാധന സമൂഹം ഈ കാഹളങ്ങളുടെ ആ വിവരണത്തിൽ ഈ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ അത് കണ്ട് ഭയചകിതരാകുകയോ മനമെടുക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അതുവഴി ഭൂവാസികൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവർ നിരാശരാവുകയല്ല ചെയ്യേണ്ടത്. അവരെയൊക്കെ ആ ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും, അതിന് തങ്ങളുടെ സാക്ഷ്യം വഴി സാധിക്കും എന്ന് ഉള്ള ആ ഉത്തമ വിശ്വാസത്തോടെ സാക്ഷ്യം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ ആരാധന സമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇടവേള 10ാമത്തെ അധ്യായത്തിലുള്ള ഇടവേള ഈ രണ്ടാമത്തെ സപ്തഗണത്തിൻ്റെ ഇടയിൽ ചേർത്തിരിക്കുന്നത് ഇത് ആരാധന സമൂഹത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുവാനായിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇനി ഏറ്റെടുക്കുന്ന ഈ ദൗത്യം, ഇനി എല്ലാ ജനതകളെക്കുറിച്ചും പ്രവചിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇനി ആ ഒരു സാക്ഷ്യം, ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതാണ് പിന്നീട് തുടർന്നുള്ള അധ്യായത്തിൽ നമ്മൾ കാണുക. ഇനി നമ്മൾ 11ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 11ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 11ാമത്തെ അധ്യായത്തിൻ്റെ ആ പ്രാധാന്യം എന്ന് പറയുന്നത് 9ാമത്തെ അധ്യായത്തിന് അവസാനമുള്ള മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഇനി അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആ ഒരു വിവരണമാണ് 11 നമ്മൾ കാണുക. അപ്പോൾ അതിനുള്ള ദൗത്യം അത് ലഭിക്കുന്നു, അത് 10ാമത്തെ അധ്യായത്തിൽ അത് വിവരിക്കുന്നു. ഇനി 11ാമത്തെ അധ്യായം, ഈ 11ാമത്തെ അധ്യായവും 12ാമത്തെ അധ്യായവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 2 അധ്യായങ്ങളും വളരെ പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. 11ാമത്തെ അധ്യായത്തെ ചിലർ പറയും ഈ വെളിപാട് ഗ്രന്ഥത്തെ 2 ഭാഗമായിട്ട് നമുക്ക് വിഭജിക്കാം. അപ്പോൾ അതിൽ 1ാമത്തെ ഭാഗത്തിൻ്റെ അവസാനമാണ് 11ാമത്തെ അധ്യായത്തിലുള്ളത്. 2ാമത്തെ ഭാഗത്തിൻ്റെ പ്രാരംഭമാണ് 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഒന്നിൻ്റെ സമാപന അധ്യായവും 2ാമത്തേതിൻ്റെ പ്രാരംഭ അധ്യായവും, അപ്പോൾ ഇത് രണ്ടും പരസ്പരം വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ ഇതിലെ വിവരണത്തിലേക്ക് നമ്മളൊന്ന് കടന്നാൽ മതി. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ സമയ സൂചനകൾ തന്നെ ഉദാഹരണം. അപ്പോൾ ഇതിൽ മാത്രം നമ്മൾ കാണുന്നാൽ ഇതിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയ സൂചനയാണ് 42 മാസം, 1260 ദിവസം, 3.5 വർഷം, സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. നമ്മൾ പ്രതീകങ്ങളെക്കുറിച്ച് ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞപ്പോൾ ഈ ഒരു സമയസൂചന നമ്മൾ ചർച്ചയ്ക്കെടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കണ്ടതാണ്. ഒന്നുകൂടി അതിലേക്കൊന്ന് കടക്കാം. 42 മാസം എന്ന് പറയുന്നത് എന്താണ്? അത് 30 ദിവസമാണ് ഒരു മാസമെങ്കിൽ 1260 ദിവസം തന്നെ. ഇനി സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതി എന്ന് പറയുന്നതും അത് തന്നെയാണ്. സമയം എന്ന് വെച്ചാൽ ഒരു സമയം, സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സമയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം 1, സമയങ്ങൾ 2, സമയത്തിൻ്റെ പകുതി 3.5. അപ്പോൾ 3.5. ഈ 42 മാസം 1260 ദിവസം എന്നൊക്കെ പറയുന്നത് അത് 3.5 വർഷം. അപ്പോൾ ആ 3.5 തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി 3.5 എന്ന് പറയുന്നത് എന്താണ്? അത് 7ൻ്റെ പകുതിയാണെന്നറിയാം. ഇനി ഈ 7ൻ്റെ പകുതി ആയിട്ടുള്ള 3.5 അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വിവരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. ആ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. അതായത് ഇസ്രായേൽ സമൂഹം അന്ത്യോക്യസ് 4-ാമൻ രാജാവിനാൽ പീഡിപ്പിക്കപ്പെട്ട ആ ഒരു കാലഘട്ടം, ഏകദേശം ആ ഒരു കാലഘട്ടമാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം
അത് അവസാനിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സമയവും അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സഹനത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഇത് സഹനത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ 11-ാമത്തെ ആ സാക്ഷ്യം നൽകുന്ന കാലഘട്ടമാണ് 11-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. അപ്പോൾ 2 സാക്ഷികൾ 1260 ദിവസം സാക്ഷി നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ വിവരണം നമ്മൾ കാണുന്നു. ഇനി ആ സ്ത്രീ ഈ ഭീകര മൃഗത്തിൽ നിന്ന്, വ്യാളിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. ഇനി അവൾ അവിടെ 1260 ദിവസം സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ സംരക്ഷണത്തിൻ്റെ സമയമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 2 സമയസൂചന തന്നെ സൂചിപ്പിക്കുന്ന ഈ 2 അധ്യായങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനിയും ചില കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ സമാനതകൾ സൂചിപ്പിക്കുവാനായിട്ട്. അപ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആ സാക്ഷ്യത്തിൻ്റെ, ആ പ്രവചിക്കുക എന്നുള്ള ആ ദൗത്യം, അത് വിവരിക്കുന്നത് ആണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ കാണുക. അത് 12-ാമത്തെ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ അധ്യായങ്ങളിലെ വെളിപാടിലെ ഏറ്റവും കേന്ദ്രഭാഗമെന്ന് പറയാവുന്ന ഈ 2 അധ്യായങ്ങളിലെ വിവരണങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അതുവരെ ഏവർക്കും വണക്കം.